Hey guys, welcome back to our YouTube channel. Please അപ്പോൾ നമ്മൾ പാലക്കാട് പോവാണ്. അവിടെ അമ്മച്ചയുടെ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലാട്ടോ. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ മറന്ന്. ആര്യയുടെ റെഡി ഹായ്. ഞങ്ങൾ മൂന്നാളുണ്ട്, ഫാമിലി ഉണ്ട്. അതവിടെ ചെറിയ കുട്ടി അച്ചുടോ അച്ഛണ്ട്. ശിവുന് കംപ്ലൈന്റ് ആയിരുന്നു, അവനെ ഒരു വീഡിയോയിലും നല്ലപോലെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്കിനി നമ്മളെവിടെ നെല്ലായ നല്ല സ്ഥലത്താണ് നല്ല മുരി അച്ചു ഡാൻസർ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ടാണ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ പാലക്കാട് എത്തി. നമ്മളിവിടെ കുറച്ചേരം അമ്മായിമാരുടെ അടുത്തൊക്കെ സംസാരിച്ചു. ചേച്ചില്ലേ ഞങ്ങൾ ആദ്യം കാണാൻ പൈപ്പാ ചേച്ചി ആ നായ ബോച്ചു ഈ ചേച്ചി പെട്ടെന്ന് ഓടി. പിന്നെ പേടിക്കണ്ടേ, അതിനല്ലേ ഓടിയത്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ശബ്ദം ഉണ്ടോ? നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് എന്ന് പറഞ്ഞോട് നല്ല ബിരിയാണി സ്മെല്ലുണ്ട്. ഇനി ഫുഡ് കഴിക്കണ കാണാം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് വണ്ടിക്ക് പോവാം. ഞാൻ മാത്രമാണ് വ്ളോഗ് എടുക്കുന്നത്. കുറെ കാണുള്ളൂ. ഇതാണ് ഗൈസ് പാലക്കാട്. വണ്ടിയാണ് വണ്ടി അവിടെയാണ് ഗൈസ്. അടിപൊളി റോഡാണ്. നല്ല റോഡാ. നോക്ക് എന്ത് നല്ല റോഡാണ് ഇത്. അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കാറ്. ഇത് ഞങ്ങളെ ഇന്ത്യ ഓടിയ അമ്മച്ചനും ഇവളുടെ അച്ഛനായ ആ അമ്മച്ചയുടെ നാടാണ്. എന്റെ സോറി പറഞ്ഞ നമ്മളടുത്ത് താണിപ്പംകുന്നിന്റെ അങ്ങോട്ട് പോണ പോലുണ്ടല്ലേ. ആ പോണു. പക്ഷെ ഇവിടുത്തെ സംസാരം വേറെ മോഡൽ. നമ്മൾ സംസാരിക്കണം. ഇത് പാലക്കാടാണ്, മലപ്പുറം അല്ല. അങ്ങനൊക്കെ പറഞ്ഞിട്ടാ നമ്മള് മനസ്സിലായി. അത് ഇവിടെ പാലക്കാട് സ്ലാങ്ങിലാണ്, നമ്മള് മലപ്പുറം സ്ലാങ്ങിലല്ലേ ചെയ്യണേ. എന്തൊട്ട് അത് തൃശ്ശൂർ ഭാഷയാണ്. എന്നോട് ചോദിച്ചങ്ങനെ തൃശ്ശൂരുള്ളോ? ഞാൻ പറയട്ടെ, ഇപ്പൊ അമ്മായിമാര് സംസാരിക്കണൊക്കെ ഓരോ സ്ലാങ്ങല്ലേ. അതല്ല കാറ്. ഒരു മിനിറ്റ് വഴി മാറി. ഇതല്ല കാറ്. അജിമാമൻ കാറിലല്ലോ വന്ന്. നമുക്ക് കണ്ടു പോവാം. നമുക്ക് അപ്പുറത്തെ റൂട്ട് പോയേക്കാം. ഇങ്ങോട്ട് വന്നാ എടുത്താര അച്ഛനെ ഫോൺ എടുക്കുക. ഇതിലധികം ക്ലിയർ ഇല്ല. ഞാൻ പുതിയ ഫോമാണ്. ഓളച്ഛൻ്റെ അജിമാവിടെ എവിടെ സ്വത്ത് അരുക്കിക്കടാ. ഇവിടെ അല്ല കാറ്. സമയന് ഒരു ഞാനല്ലേ കൊണ്ട് കാർ നിർത്തിയത്. ഇതെന്തായാലും പറഞ്ഞിരുന്നു. അതാണ് കാരെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നുണ പറഞ്ഞതല്ലേ. നമുക്കിനി സോണി ചേച്ചിയുടെ വീടിന് വഴി പോവാം. സോണി ചേച്ചിയുടെ അനിയനും അമ്മയും ജോട്ടല്ലോ പോണേ. ശരിട്ടാ ഗൈസ്. ഇനി സ്പീസൂല ആരില്ല. വീണ്ടും വന്ന് ഇങ്ങോട്ട് സ്പീസൂല കീർത്തില്ല. ഞാനും ബ്ലോഗറാണ്. ഇതിന്റെ വായിക്കാന്ന് എല്ലാവർക്കും അറിയാവാ. ചേച്ചി ഞങ്ങള് പോവാണ്. ഒരു മാമന്റെ വീട്ടിലേക്കാണ് പോണത് ഞങ്ങൾ കേട്ടോ. ബാക്ക് ക്യാമറ ആക്കി തരാം. ചിരിക്കേ. അങ്ങനെ നമ്മളെത്തി. മോളിക്ക് പോവാണ്. മാമനെ കാണിച്ചെടുക്കേ. എത്തിങ്ങൊക്കെ ഞാൻ തന്നെ കാണിച്ചെടുക്ക മാമനെ. മാമൻ ഈ മാമന്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആയിക്കുട്ടി എന്ത് അതോ പൂട്ട് പൊട്ടി ഗൈസ്. നമ്മൾ വന്നതിന്റെ ഗുണങ്ങൾ.
വെറുതെ പറഞ്ഞാൽ മതി ഗൈസ്. ഇവിടെ വൈബാണ് ഗൈസ്. ഇവിടെ ഒരു കൊലത്തിന് ഇത് കൂടെ ഇനി കയറാൻ പറ്റുള്ളൂ, ഉള്ളിക്ക് പുറത്ത് കൂടെ കയറാൻ പറ്റുള്ളൂ ഗൈസ്. ഇവിടെ ഗൈസ് ഒരു ടെറസ് പോലെ ഒരു ബാൽക്കണി, വലിയൊരു ബാൽക്കണി ഇവിടെ ഉണ്ട്. ഇത്ര ഇങ്ങോട്ട് കിടന്നാലും ഇത്രയും വലുതാണ് ഗൈസ്, സ്പേസ് ഉണ്ട്. കിള്ളക്കുട്ടി വാ, നമുക്ക് അകത്ത് കയറാം. കിള്ളക്കുട്ടിയോ ഗൈസ്? ഇതൊക്കെ കുഞ്ഞാവ അവിടെ ടി വി സ്റ്റാൻഡ് അടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇവിടെയൊക്കെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നു. അവിടെ ബെഡൊക്കെ വന്നിട്ടുണ്ട്. അടുക്കള ഒന്നും കൂടി ഒന്ന് ഇതൊക്കെ അന്ന് വന്നപ്പോൾ ഈ കബോർഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിലൊന്നും ഡ്രസ്സോ ഈ എന്തെങ്കിലും ആയിക്കോട്ടെ ബാ. ഇവിടെ പിന്നെ ഒരു കിച്ചൺ, ഒരു വെറൈറ്റി രണ്ടുമണിയായില്ലേ? ഇത് വേറുള്ളൂ പ്ലെയിൻ, അത് കാണിക്കാൻ പറ്റില്ല. ഉറങ്ങിയ ആരുകൂട്ടി വെറൈറ്റി ടൈപ്പ് ഉറക്കാം. സോറി, ഓഫായിപ്പോയി. ഇത് ഗൈസ് ഞാൻ നേരത്തെ കാണിച്ചത് ടെറസ് പോലത്തെ ഒരു ബാൽക്കണി. ചൂട് ഇവിടെ അധികം ചൂടില്ല. വേറൊരു വഴി കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മള് ഇവിടുന്ന് പോവുകയാണ് അല്ലേ ആര്യ? നമ്മൾ നാട് വിട്ടു പോവുകയാണ്. നാട് വിട്ടുള്ള നമ്മളെ തട്ടിക്ക് പോവുകയാണ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് വീടെത്തി. ഇന്നലെ എത്തിച്ച് ലേറ്റ് ആയി. അതാണ് ഇന്നലെ ഔട്ടർ എടുക്കാഞ്ഞ് നൈറ്റായി. അപ്പോൾ ആരുകുട്ടി വൈക്കത്തൂരാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാം നമുക്ക്. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. ബൈ ബൈ.